സാർ നമസ്കാരം. നമസ്കാരം. ADGP MR അജിത് കുമാറിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നു എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ രാത്രിയിലുണ്ടായ ചില സംഭവ വികാസങ്ങൾ. ആലപ്പുഴയിൽ മുഖ്യമന്ത്രി ഓമനപ്പേരിട്ട് വിളിച്ച, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓമനപ്പേരിട്ട് വിളിച്ച രക്ഷാപ്രവർത്തനത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെയും KSU പ്രവർത്തകരുടെയും എല്ലാം തലതല്ലിപ്പൊളിക്കുകയുണ്ടായി. മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ നവകേരള യാത്ര നടക്കുമ്പോഴാണ് ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കൊടി കാണിക്കാൻ, കരിങ്കൊടി സമരത്തിന് സ്വാതന്ത്ര്യമുണ്ട്, ആ രീതിയിലുള്ള സമരം മാത്രമാണ് അവർ ചെയ്തത്. അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചു എന്നുള്ള ഒറ്റ ധാർഷ്ട്യത്തോടു കൂടി കരിങ്കൊടി കാണിച്ച കുട്ടികളെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, KSU പ്രവർത്തകരെ വലിയ മുളവടി കൊണ്ടും മറ്റും തലയ്ക്കടിച്ച് തല തല്ലിപ്പൊളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്ക് അത്തരത്തിൽ വടി ഉപയോഗിച്ച് അവരെ തല്ലാനുള്ള യാതൊരു തരത്തിലുള്ള നിയമ അധികാരങ്ങളുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ ആ കേസിൻ്റെ ഡയറി വിളിച്ചു വരുത്തി തിരുത്തി എന്നുള്ളൊരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയും മുഖ്യമന്ത്രിയായി VD സതീശൻ വന്നതിന് ശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയും ഷൗക്കത്ത് അലിയെ പോലുള്ള മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അതിൽ നിയമിക്കുകയും അവർ DGPക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേറ്റു 2 മാസം കഴിഞ്ഞിട്ടും അക്കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ പോകുന്നു എന്ന് കണ്ടപ്പോൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഈ വിഷയങ്ങളിലെ ന്യായാന്യായങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. DGP കിട്ടിയ റിപ്പോർട്ട് DGP SITക്ക് മടക്കി അയക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടത്. അദ്ദേഹം പറഞ്ഞത് ADGP MR അജിത് കുമാറിന്റെ ഇടപെടലുകൾ എവിടെയാണ് നടന്നത് എന്നുള്ളതിന് വ്യക്തമായി ഈ റിപ്പോർട്ടിൽ എവിടെയും സൂചിപ്പിച്ചിട്ടില്ല. മുൻ ADGP എന്ന് മാത്രമേ പലയിടങ്ങളിലും ആ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ റിപ്പോർട്ട് മടക്കിയത്. എന്നാൽ ഷൗക്കത്ത് അലി ഇന്നലെ രാത്രി SIT സംഘത്തിന്റെ പുതിയ റിപ്പോർട്ട് DGPക്ക് കൊടുത്തിരിക്കുന്നു. അതിൽ ADGP MR അജിത് കുമാർ 5 തവണയാണ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അവരെ ഭീഷണിപ്പെടുത്തി റിപ്പോർട്ട് തിരുത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തതെന്നും മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ അനിൽ ഉൾപ്പെടെയുള്ള ആളുകളെ നിരവധി തവണ ഫോണിൽ വിളിച്ചിരുന്നു എന്നുള്ളതുമല്ല കൃത്യമായ തെളിവുകൾ സഹിതമാണ് ഇന്നലെ SIT DGPക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി DGP ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറുകയും ആഭ്യന്തര വകുപ്പ് കൂടിയാലോചിച്ച് തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഈ മാസം അവസാനം DGP ആയി പ്രൊമോഷൻ കിട്ടാൻ കാത്തിരുന്ന ADGP MR അജിത് കുമാറിന് കർക്കിടക മാസത്തിൽ കൃത്യമായൊരു കിഴി കിട്ടുന്നു. സാധാരണഗതിയിൽ അങ്ങനെയാണ് പറയുന്നത്, കർക്കിടക ചികിത്സ. ആ കർക്കിടക ചികിത്സയുടെ ഫലമായി തൊപ്പി തെറിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന DGP സ്ഥാനവും കിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ADGP MR അജിത് കുമാറുമായി നേരത്തെ ഉണ്ടായ പല വിഷയങ്ങളിലും സജീവമായി ഇടപെടുകയും സോളാർ സരിതയുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ അതിൻ്റെ വിശദമായ വിവരങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ നന്ദകുമാർ സാർ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു? ADGP അജിത് കുമാർ പോലീസ് സേനയിലെ ഒരു കരടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പോലീസ് സേനയ്ക്ക് ചേരാത്ത വിധത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അധികാരം ഉപയോഗിച്ച് അധികാര സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുമായി അടുത്ത ചങ്ങാത്തം ഉണ്ടാക്കുകയും അവരുമായി രഹസ്യധാരണ ഉണ്ടാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തോന്നിവാസങ്ങൾ പോലീസ് സേനയിൽ നടത്തുകയും ചെയ്തിട്ടുള്ള ആളാണ് അജിത് കുമാർ. അല്ല, ഏറ്റവും വലിയ തെളിവാണ് സരിതയുടെ കുറിപ്പുകളിൽ പറയുന്ന അജിത് കുമാറിൻ്റെ പ്രവൃത്തി. അജിത് കുമാർ സരിതയുമായുള്ള ബന്ധം വരുന്നത് തന്നെ സരിതാ നായരും അതേപോലെ പിന്നെ ഭർത്താവ് ബിജു രാധാകൃഷ്ണനും ചേർന്ന് രശ്മി എന്ന് പറയുന്ന ബിജു രാധാകൃഷ്ണൻ്റെ ഭാര്യയെ കൊല്ലുകയാണ്. ഈ കൊല്ലുന്ന കാര്യത്തിൽ അടക്കം പല തട്ടിപ്പുകൾ നടക്കുന്ന കാര്യത്തിൽ ആ സമയത്ത് അജിത് കുമാറിൻ്റെ അതേ രൂപസാദൃശ്യമുള്ള ബിജു രാധാകൃഷ്ണൻ പല തട്ടിപ്പുകളും അജിത് കുമാറിൻ്റെ പേരിൽ നടത്തിയിരുന്നു. ഈ സന്ദർഭത്തിലാണ് രശ്മി കൊലക്കേസുമായി ബന്ധപ്പെട്ട വാർത്ത ക്രൈം പ്രസിദ്ധീകരിക്കുന്നത്. ഈ അജിത് കുമാറിൻ്റെ പേരിൽ വ്യാപകമായ പണപ്പിരിവ് നടത്തുന്ന ബിജു രാധാകൃഷ്ണനെ കുറിച്ച് അന്വേഷിക്കാൻ ബിജു രാധാകൃഷ്ണൻ്റെ ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. ക്രൈമാണ് ആ ഫോട്ടോ കൊടുത്തത്. അതിനുശേഷമാണ് ബിജു രാധാകൃഷ്ണനെയും അതേപോലെ സരിതാ നായരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ സരിതാ നായരെ കണ്ടോടുകൂടിയിട്ട് ആള് മാറി. സരിതാ നായരെ ആയിരുന്നു രക്ഷപ്പെടുത്തുകയും ബിജു രാധാകൃഷ്ണനെ ആ കേസിൽ ചെറിയ വകുപ്പുകൾ ചേർത്ത് വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് സരിതാ നായരും ഈ പറയുന്ന ADGP അജിത് കുമാറുമായി അടുത്ത ബന്ധമുണ്ടായി.
അവർ സെക്ഷൽ റിലേഷൻ ഉണ്ടായി എന്നാണ് സരിതാ നായർ തൻ്റെ 31 പേജുള്ള കുറിപ്പിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള എത്ര പേജ് എന്ന് അറിയാം കൃത്യമായ അത് എനിക്ക് ഓർമ്മയില്ല. ഭാഗമാണെങ്കിൽ കട്ട് ചെയ്യാം സാറേ, കുറിപ്പിൽ നിന്ന് മാത്രം പറഞ്ഞാൽ മതിയില്ല, ഭാഗം വേണ്ടി കട്ട് ചെയ്യാം. ഓക്കെ, സരിതാ നായർ എഴുതിയ കുറിപ്പിൽ വളരെ വ്യക്തമായി തന്നെ ബിജു ഈ പറയുന്ന ADGP അജിത് കുമാർ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ തൻ്റെ ക്യാമ്പ് ഹൗസിൽ വിളിച്ചു വരുത്തി അവിടെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് സരിതാ നായരുമായിട്ട് ലൈംഗിക ബന്ധം ഉണ്ടായി എന്നാണ് അവരുടെ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നീട് നമുക്കറിയാം ഗണേഷ് കുമാർ കടപെടുകയും 5 പേജ് കൂടെ എഴുതി ചേർക്കുകയും എഴുതി ചേർത്തിട്ടാണ് പിന്നെ ഉമ്മൻചാണ്ടി അടക്കം പ്രതിയാക്കി കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. ജയിലിൽ വെച്ച് എഴുതിയ കുറിപ്പ് 14 പേജ് പിന്നീട് കൂട്ടിച്ചേർത്ത് 21 പേജ് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ അത് മനസ്സിലാക്കിയത്. എന്തായാലും ആദ്യം ഉണ്ടായിരുന്ന പേജുകളിൽ നിന്ന് 5 പേജ് കൂട്ടിച്ചേർത്തിട്ടാണ് വീണ്ടും അവർ എഴുതി ചേർക്കുകയും അങ്ങനെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ജയിലിൽ വെച്ച് എഴുതിയ കുറിപ്പിൽ ADGP അജിത് കുമാർ മുമ്പ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ തൻ്റെ ക്യാമ്പ് ഹൗസിൽ വിളിച്ചു വരുത്തി സരിതാ നായരുമായി സെക്ഷലി റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് അവർ രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെയുള്ള ആഭാസനായ അജിത് കുമാർ ഞാൻ നേരിട്ടുള്ള ബന്ധം എറണാകുളം പോലീസ് കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ്. നേരിട്ട് അദ്ദേഹത്തെ കണ്ട് ഒരു കേസിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വാർത്ത ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലോ മറ്റോ അദ്ദേഹം എനിക്ക് ആ കേസ് എറണാകുളം പോലീസ് എടുക്കുന്നതിന് പകരം ഇടുക്കി പോലീസിലേക്ക് അയച്ച് അദ്ദേഹം ആ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ എൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ, ബ്ലാക്ക് മെയിലിംഗ് നടത്തി, തട്ടിപ്പ് നടത്തിയ ചില ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ പരാതി. അപ്പോൾ അജിത് കുമാറിന്റെ യഥാർത്ഥ സ്വഭാവം വളരെ വ്യക്തമാണ്. അങ്ങനെയുള്ള ഒരാൾ പോലീസ് സേനയിൽ ഇരിക്കാൻ പാടില്ല ഉള്ള സമയത്താണ് അജിത് കുമാറിന് ലോട്ടറി അടിക്കുന്നത് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത്. പിണറായി വിജയന്റെ പല കേസുകളും അട്ടിമറിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ADGP അജിത് കുമാറിനെ. അതേപോലെ BJPയുമായിട്ടുള്ള RSSുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഉപയോഗിച്ച് പല പോലീസിനെ ഉപയോഗിച്ച് പല അട്ടിമറികളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. തൃശ്ശൂർ പൂരം കലക്കി ജയിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, സ്വപ്ന സുരേഷിനെ HRDSന്റെ പാലക്കാടുള്ള ഓഫീസിൽ കൊണ്ട് ചെന്ന് അറസ്റ്റ് ചെയ്തതിന് മുമ്പായിട്ട് സ്വപ്ന സുരേഷുമായി ഒരു ധാരണ ഉണ്ടാക്കാൻ, കച്ചവടം ഉറപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അത് എങ്ങനെയായിരുന്നു? ഒരു പത്രപ്രവർത്തകനെ അയച്ച് അവരുടെ കൈവശം പിണറായി വിജയനെതിരെയുള്ള എല്ലാ തെളിവുകളും തന്നാൽ എത്ര കോടികൾ വേണമെങ്കിലും കൊടുക്കാമെന്നുള്ളതായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അതിന് സ്വപ്ന സുരേഷ് തയ്യാറായില്ല. അവരെ കള്ളക്കേസിൽ പിടിക്ക് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. പിന്നീട് HRDSന്റെ ഉടമ അജിത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതേ ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പം അന്നൊക്കെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അജിത് കുമാറാണ്. പിന്നെ നമുക്കറിയാം, തൃശ്ശൂരിൽ ഹൊസപിള്ളയുമായി ഈ RSS ഹൊസപിള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും അവിടെ തൃശ്ശൂർ പൂരം കലക്കി, പോലീസിനെ ഉപയോഗിച്ച് കലക്കുകയും സുരേഷ് ഗോപിയെ ആംബുലൻസ് വാനിൽ എത്തിച്ച് അവിടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരാളാക്കി മാറ്റി ഇലക്ഷനിൽ വോട്ട് നേടി വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനയും ചെയ്തിട്ടുള്ളത് ഈ അജിത് കുമാറാണ്. പിണറായി വിജയന് വേണ്ടി RSSുമായിട്ടും BJPയുമായിട്ടും കേന്ദ്ര നേതൃത്വവുമായിട്ടൊക്കെ സംസാരിച്ച് സെറ്റിൽമെന്റ് നടത്തുന്നതിൽ ഒരാളായിരുന്നു അജിത് കുമാർ. അങ്ങനെ പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിലെ ഏറ്റവും മുൻപന്തിയുള്ള ADGP അജിത് കുമാർ DGPയേക്കാൾ പവറായിരുന്നു കഴിഞ്ഞ ഭരണകാലത്ത്. അദ്ദേഹം പിണറായി വിജയന് വേണ്ടി എന്ത് തെമ്മാടിത്തരം കാണിക്കുന്ന ഒരാളായിരുന്നു. അത് തന്നെയാണ് ആലപ്പുഴയിൽ സംഭവിച്ചത്. ആലപ്പുഴയിൽ അവിടെ KSUവിന്റെ നേതാവായ തോമസിനെയും അനിലിനെയും അടിച്ച് നിരപ്പാക്കിയപ്പോൾ നമ്മളെല്ലാവരും ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എന്ത് ക്രൂരതയോട് കൂടിയിട്ടാണ് പിണറായി വിജയന്റെ ഗൺമാൻമാർ അത് അടിക്കുന്നത്. അത്തരം ദൃശ്യങ്ങൾ നിലവിലിരിക്കെ അതിൽ ഗൺമാൻമാരെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ശ്രമിക്കുകയും അട്ടിമറിക്കാൻ ശ്രമിക്കുകയും പോലീസ് റിപ്പോർട്ട് എഴുതി മാറ്റിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ നമുക്ക് പുറത്തു വന്ന വിവരം. അത് പ്രകാരം ADGP അജിത് കുമാറാണ് ഇത്രയും കാര്യങ്ങൾ, പോലീസ് റിപ്പോർട്ടെല്ലാം അട്ടിമറിച്ചത്. കൃത്യമായി പോലീസ് കൊടുത്ത റിപ്പോർട്ടുകളെല്ലാം അട്ടിമറിച്ച് ഈ ഗൺമാൻമാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ്. അതിൽ കൃത്യമായിട്ട് തന്നെ ADGP അജിത് കുമാർ മാൽ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ട് എന്ന് ഷൗക്കത്ത് അലിയുടെ അന്വേഷണത്തിൽ കൃത്യമായി തെളിഞ്ഞിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി VD സതീശൻ ശ്രമിക്കുന്നു, രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നു എന്നിട്ട് വ്യാപകമായ ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ആരോപണം ചെന്ന് പതിച്ചത് VD സതീശന്റെയും അതേപോലെ രമേശ് ചെന്നിത്തലയും ക്രെഡിബിലിറ്റിയുടെ മേലാണ്. അവർ രണ്ടുപേരും കൃത്യമായി പറഞ്ഞാൽ ഈ മന്ത്രിസഭ വന്ന് ആദ്യത്തെ ഓർഡർ തന്നെ
ഉത്തരവിട്ട് എൻ്റെ മക്കളെ, എൻ്റെ കുട്ടികളെ തൊട്ടവരെ വെറുതെ വിടില്ല, അത് മറക്കില്ല എന്നുള്ളതാണ് വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള സമയത്ത് വി.ഡി. സതീശൻ ഒരിക്കലും ADGP അജിത് കുമാറിനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കില്ല എന്ന് വ്യക്തമാണ്. ഇതേപോലെയാണ് രമേശ് ചെന്നിത്തല തൂഫാനിലൂടെ ഇപ്പോൾ കേരളത്തിലെ മയക്കുമരുന്ന് പേട്ടയിലൂടെ പേരും പ്രശസ്തി ഉണ്ടാക്കി. ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കം പങ്കെടുക്കുന്ന ഒരു പരിപാടി, മോഹൻലാലിനെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് എറണാകുളത്ത് വലിയൊരു പ്രചരണം തന്നെ സംഘടിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ആള് ADGP അജിത് കുമാറിനെ പോലെ തേർഡ് റേറ്റ് ആയ ഒരു പോലീസ് ഓഫീസറെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്തായാലും ശരിയാവാൻ സാധ്യതയില്ല. ഇപ്പോൾ ഷൗക്കത്ത് അലി കൊടുത്ത റിപ്പോർട്ടിൽ ADGP മുൻ ADGP മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ മാറ്റി DGP അതുകൊണ്ടാണ് തിരിച്ചയച്ചത് എന്നുള്ളതാണ് DGPയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഉണ്ടായത്. ആരാണ് എന്താണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കണം. ADGP MR അജിത് കുമാറിന് ഏത് തരത്തിലുള്ള പങ്കാണ് എന്നുള്ളത് വ്യക്തമാക്കിയില്ല എങ്കിൽ ഈ റിപ്പോർട്ട് പ്രകാരം ADGP MR അജിത് കുമാർ ഏതെങ്കിലും തരത്തിൽ നടപടി നേരിട്ടാൽ അദ്ദേഹം കോടതിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇത് നിലനിൽക്കില്ല എന്നുള്ള ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് DGP ഇപ്പോൾ ഷൗക്കത്ത് അലി നയിക്കുന്ന SITക്ക് ഇത് റിപ്പോർട്ട് തിരിച്ചയച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംഭവം ഇപ്പോൾ കൃത്യമായുള്ള ദിശയിലേക്കാണ്. അത് പോലീസ് സേനയിൽ ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കറണ്ട് തന്നെയാണ് ADGP അജിത് കുമാർ. ഏത് കേസും അട്ടിമറിക്കാൻ, മുകളിൽ നിന്ന് വേണം അട്ടിമറിക്കാം. അതേപോലെ എന്നെയും ഷാജൻ സ്കറിയെയും ഒക്കെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ ADGP അജിത് കുമാറാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ P. ശശി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഓഫീസറായിരുന്നു ADGP അജിത് കുമാർ. എന്നെ അറസ്റ്റ് ചെയ്ത എല്ലാ കേസുകളിലും ADGP അജിത് കുമാറിന്റെ കൈകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യിക്കുന്നതിലും അദ്ദേഹത്തിന്റെ കൈകളുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് PV അൻവറുമായിട്ട് ഷാജൻ സ്കറിയും തമ്മിലുള്ള കേസിൽ ഇദ്ദേഹത്തിന് പണം കൊടുത്തിട്ടാണ് രക്ഷപ്പെടുത്തിയെന്നുള്ള വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ പണം കൊടുത്തിട്ടല്ല, ഷാജൻ സ്കറിയെ പിടിക്കാൻ കിട്ടാത്തത് കൊണ്ടാണ് ADGP അജിത് കുമാറിന് അദ്ദേഹത്തെ മഹാരാഷ്ട്രയിൽ നിന്ന് കിട്ടാതെ വന്നുകൊണ്ടാണ് അവസാനം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹം പുറത്തിറങ്ങാൻ കാരണം. എന്തായാലും PV അൻവറും അതേപോലെ ഗവൺമെന്റ് തമ്മിൽ തല്ലുന്നതിന് കാരണം ADGP അജിത് കുമാറിന്റെ നിഷ്ക്രിയത്വമാണെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. വഴിവിട്ട RSSുമായുള്ള വഴിവിട്ട ബന്ധം കൂടി PV അൻവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ADGP അജിത് കുമാറിനെ പോലീസ് സേനയിൽ അച്ചടക്ക നടപടി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റുള്ളവർക്ക് ഇദ്ദേഹത്തിന് എന്ത് തെമ്മാടിത്തരവും കാണിക്കാം. അതേസമയത്ത് മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അപ്പം സസ്പെൻഡ് ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ ഇടപെടുകയില്ല. ഈ DGP ആയിരുന്ന ദർവേഷ് സാഹിബിനെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് DGP കസേരയിൽ ഇരിക്കാതെ തന്നെ കേരളത്തിന്റെ ക്രമസമാധാന പാലനം നടത്തിയിരുന്ന ഒരു ആക്ഷേപം കൂടി ഉണ്ടായിരുന്നു. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. DGPക്കാൾ DGPക്കല്ല വില ഉണ്ടായിരുന്ന പിണറായി വിജയന്റെ ഭരണകാലത്ത് ADGP അജിത് കുമാറിനാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പിണറായി വിജയനെ ഏത് വൃത്തികേടും കാണിക്കാൻ കഴിവുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. കാരണം ദാസ്യവേല ചെയ്യാന്ന് പറയില്ലേ, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ആസനം താങ്ങി നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് എന്ന് പറയാറുണ്ട്. എന്നാൽ ആസനം നക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ADGP അജിത് കുമാർ. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എന്നെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ യാതൊരു തരത്തിൽ നിയമങ്ങൾ അനുസരിക്കാതെ മുകളിൽ നിന്ന് വിളിച്ചു പറയും, അറസ്റ്റ് ചെയ്യും, നോട്ടീസ് തരില്ല, എന്നിട്ടോ രാത്രി കൊണ്ടുപോയി ഹാജരാക്കും. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തിയ ശേഷം രാത്രി കൊണ്ടുപോയി ഹാജരാക്കും. മജിസ്ട്രേറ്റിന് മുമ്പ് അർദ്ധരാത്രി ഹാജരാക്കുമ്പോൾ എനിക്ക് അഡ്വക്കേറ്റിനെയോ ജാമ്യക്കാരെയോ ഹാജരാക്കാൻ പറ്റില്ല. വാദം ഒരു ഭാഗം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു തരത്തിലും എനിക്ക് ജാമ്യം കിട്ടില്ല. അങ്ങനെ എനിക്ക് ജാമ്യം കിട്ടാതെ വന്നു. അതിന്റെ അടിസ്ഥാനം 44 ദിവസം ജയിൽ കിടക്കുന്നതിന്റെ ഉത്തരവാദിത്വം കൂടി ADGP അജിത് കുമാറിനുണ്ട് എന്നുള്ളതാണ് സത്യം. സാർ, ഇപ്പോൾ ഇവിടെ ഒരു കാര്യം തീർത്ത് പറയാൻ കഴിയുന്നത്, ഇപ്പോൾ DGPക്ക് വീണ്ടും SIT റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. DGP അത് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് ഇനി ADGP MR അജിത് കുമാറിനെ വിളിച്ചു വരിച്ച് വിശദീകരണം ചോദിക്കും. ഈ വിശദീകരണം കൊടുക്കുന്നതോടുകൂടി ഈ ADGPയുടെ തൊപ്പി തെറിച്ചു എന്ന് തന്നെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് ഉറപ്പായില്ലേ? തീർച്ചയായിട്ടും ഇനി അങ്ങനെ വെച്ചിരിക്കാൻ പറ്റില്ല. കാരണം AV തോമസ് ഒക്കെ വളരെ ശക്തമായ രൂപത്തിൽ ഇടപെടൽ. പാർട്ടി വളരെ ശക്തമായ നിലപാടാണ്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പാർട്ടി പ്രവർത്തകരുടെ KSU പ്രവർത്തകരുടെയും യൂത്ത് കോൺഗ്രസിന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കുമ്പോഴൊക്കെ അതിന് പോലീസ് കേസെടുക്കാതെ ഇവരെ പിണറായിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആളെന്ന് പറയുന്നത് ADGP അജിത് കുമാറാണ്. അതേപോലെ കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനിലും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം അട്ടിമറിക്കുന്നതും P. ശശിയുടെ വലങ്കിയായി പ്രവർത്തിച്ചതും ADGP അജിത് കുമാറാണ്. ഈ P. ശശി എന്ന് പറയുന്ന ആരാ? കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവന്മാരിൽ ഒരാളാണ്.
കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവൻ മാത്രമല്ല, മയക്കുമരുന്ന് ലോബിയുടെ ഏറ്റവും വലിയ ഡോൺ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറും അതേപോലെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഒരു ഉന്നതനായ പിണറായിയുടെ കൂടെ നിൽക്കുന്ന ഒരാളും ഡോണായി ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ജയിലിൽ നിന്ന് കിട്ടിയ വിവരമാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പോലീസ് സേനയിൽ ഇത്ര ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ കാര്യത്തിലൊരു നടപടി ഇനി വൈകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ അധികാരമേറ്റതിൻ്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ ഒന്ന് ഇതായിരുന്നു: ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തലതല്ലി പൊളിച്ചത് ഒരു കാരണവശാലും ഞങ്ങളുടെ കുട്ടികളുടെ രക്തം ചിന്തിയത് മറക്കാൻ പറ്റില്ല, ഞങ്ങൾ മറക്കില്ല. തീർച്ചയായും കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത് അന്വേഷണം വേണമെന്നുള്ളത്. ആ അന്വേഷണത്തെയാണ് ഈ പ്രോത്സാഹിപ്പിച്ചതും. ആ അന്വേഷണ പ്രകാരം ഇപ്പോൾ ADGPയുടെ തൊപ്പി തെറിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. ഇനി ഈ വിഷയത്തിൽ എന്ത് തന്നെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക.